സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. പാടശേഖരങ്ങൾക്ക് ചുറ്റും കിലോമീറ്ററുകളോളം നെല്ല് കൂടിക്കിടക്കുകയാണ്. സംഭരണ പ്രതിസന്ധി കാരണം കൊയ്യാൻ പാകമായ പാടശേഖരങ്ങളിൽ കർഷകർ കൊയ്ത്തിനും തയ്യാറാകുന്നില്ല. സംഭരണം ഇനിയും വൈകിയാൽ ആലപ്പുഴയിലെ പൂന്തുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നെല്ല് നടുറോട്ടിൽ വിരിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഇതിപ്പോ ആദ്യമായല്ല, ഓരോ വർഷവും ഈ കർഷകർക്ക് ഇങ്ങനെ യുദ്ധം വെട്ടി പ്രതിഷേധിച്ച് കണ്ണീരൊഴുക്കി വേണം തങ്ങളുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ദുർഗതിയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് പുന്നപ്രയിലെ പാടവക്കത്ത് ഈ മുളച്ച നെല്ലിങ്ങനെ കിടക്കുന്നത്. അവരുടെ ഒരു വലിയൊരു അധ്വാനമാണ് ആ മുള പൊട്ടിക്കിടക്കുന്നതെന്ന് കാണുമ്പോൾ അത് മനുഷ്യന്മാർക്കെല്ലാം വിഷമം ഉണ്ടാവേണ്ടതാണ്. കാരണം നമ്മളൊക്കെ അരി ഭക്ഷണം കഴിക്കുന്നവരുമാണല്ലോ. ഇതിപ്പോ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ കർഷകർ? തീർച്ചയായിട്ടും ശ്രീജ, ആലപ്പുഴയിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ഇത് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാലക്കാടൊക്കെയുള്ള കർഷകരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവിടെയൊക്കെ ഒരു മാസമായി നെല്ല് കൊയ്തിട്ട് അത് സംഭരിക്കാതെ ഇടുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ രീതിയിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു അനാസ്ഥ എന്ന് പറയുന്നത്, ഒരു കർഷകൻ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ, അതായത് തുടക്കത്തിൽ തന്നെ പാഡി ഓഫീസിലടക്കം നിരവധി രേഖകൾ അവർ നൽകേണ്ടതായുണ്ട്. ഒപ്പം നിരവധി രജിസ്ട്രേഷനിലൂടെ അവർ കടന്നു പോകേണ്ടതുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ കടന്നു പോകുമ്പോൾ എന്ന് ഇത് നെല്ല് വിത്ത് വിതയ്ക്കുന്നത് മുതൽ എന്ന് കൊയ്ത്ത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ കൃഷിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്താണ് ഓരോ കർഷകനും ആ കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഈ കൃത്യമായ ഒരു ഇടവേള, അതായത് ഒരു കൃഷിയുടെ വിളവ് പൂർത്തീകരിക്കാൻ 3 മാസത്തോളം എടുക്കുന്നുണ്ട്. ആ ഒരു സാവകാശം സർക്കാർ സംവിധാനങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ മാത്രം, അതായത് കർഷകർ ഈ നെല്ല് എടുത്ത് അത് അവരുടെ പാടവരമ്പിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ മാത്രം ഇതൊക്കെ ചർച്ചയാവുകയും പ്രതിസന്ധി തർക്കങ്ങൾ പരിഹരിക്കാതെ വരികയും ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ അനാസ്ഥയാണ് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത് വലിയ തോതിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളെ പൂന്തുര പാടശേഖരത്തിലൊക്കെ പോകുമ്പോൾ കിലോമീറ്ററുകളോളം ദൂരത്തിൽ കൊയ്ത നെല്ല്, അത് അവരുടെ നെല്ലെന്ന് പറയുന്നത് ഇത്തവണ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ വളരെ നല്ല നെല്ലാണ് അവർക്ക് ലഭ്യമായത്. പക്ഷെ അത് ഒരു മനുഷ്യത്വവും ഇല്ലാതെ വന്ന് ഇപ്പോൾ സർക്കാരുമായി പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് മില്ലുടമകൾ നെല്ലെടുക്കാനായി തയ്യാറാകുന്നില്ല. അപ്പോൾ 1-2 മില്ലുകൾ മാത്രമാണ് വരുന്നത്. അവർ നടത്തുന്ന ചൂഷണം എന്ന് പറയുന്നത് ചില്ലറയല്ല. അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള നെല്ലിന് പോലും 14 കിലോ ഒക്കെ കിഴിവാണ് കർഷകരോട് ചോദിക്കുന്നത്. കർഷകർ ഈ മഴയൊക്കെ പേടിച്ച് ഇതെല്ലാം കൊടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ മേഖലയിൽ കടുത്ത ചൂഷണം ഇപ്പോൾ നടക്കുകയാണ്. പൂന്തുര പാടശേഖരത്തിലുള്ള കർഷകരുടെ നെല്ലൊന്നും ഇതുവരെ എടുക്കുന്നതിനുള്ള ഒരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അവരെ അറിയിച്ചിട്ടില്ല. അവർ പറയുന്നത് ഇനിയും, അതായത് ദിവസക്കൂലി അടക്കം നൽകി ആണ് ആളുകളെ നിർത്തുന്നത്. ഈ നെല്ല് ഇളക്കി ഉണക്കിയെടുക്കാൻ അടിയിൽ നിന്ന് മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് കാണുന്നത് അവർ അത് എടുത്തു പിടിച്ച് പറയുമ്പോൾ അവർ ഹൃദയം തകർന്നാണ് അവർ സംസാരിക്കുന്നത്. കാരണം അത്ര കഷ്ടപ്പെട്ട് അവർ ഉണ്ടാക്കിയ അധ്വാനമാണ് അവിടെ ഈ അനാസ്ഥ മൂലം നശിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ നഷ്ടപരിഹാരം ആ കർഷകർക്ക് ലഭ്യമാകില്ലെന്ന് മാത്രമല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് സാഹചര്യം ഇതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കിഴിവ് കൊടുക്കാൻ നിർബന്ധിതരാണ് എന്ന് അവരെ തള്ളിവിട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരടക്കം മാറി നിൽക്കുകയാണ്. ഇതിപ്പോ ഇവിടെ മാത്രമല്ല, പല മേഖലകളിൽ നിന്ന് നമ്മളെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ മറ്റ് പാടശേഖരങ്ങളിലേക്കും എത്തും. അവരുടെ സാഹചര്യവും സമാനമാണ്. കൊയ്യാൻ കഴിയാത്ത കർഷകരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് വിളവ് പൂർത്തിയായിട്ടുണ്ട്. വിളവ് പൂർത്തിയായ നെല്ല് കൊയ്തെടുത്തു കഴിഞ്ഞാൽ എവിടെ സംഭരിക്കും എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി കർഷകരുടെ മുന്നിൽ വലിയ ചോദ്യമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ കൊയ്തെടുക്കാനുള്ള നെല്ല് കൊയ്തെടുക്കാതെ വന്നാൽ ശ്രീജ കുറച്ച് ദിവസം കൂടി അവർക്ക് പിടിച്ചു നിൽക്കാം. അത് കഴിഞ്ഞാൽ ഇത് കൊയ്തില്ലെങ്കിൽ നെല്ല് കൊഴിയാൻ തുടങ്ങും. അപ്പോഴും കർഷകന് നഷ്ടം തന്നെയാണ്. ഇത്രയും വലിയ ഒരു മേഖല, അതായത് കാർഷിക മേഖല ഉണ്ടായിട്ടും നമുക്ക് സർക്കാർ മേഖലയിൽ ഒരു മില്ലോ അല്ലെങ്കിൽ ഒരു സംഭരണശാലയോ ഇല്ല എന്നുള്ളത് വളരെ ദയനീയമാണ് എന്ന് തന്നെ പറയാം. അത് അത്തരത്തിലൊരു സൗകര്യം ഒരുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ധാർഷ്ട്യത്തോടു കൂടി മില്ലുടമകൾ ഈ കർഷകർക്ക് മേൽ ഇത്തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും അവരിൽ സമ്മർദ്ദം
സമ്മർദ്ദം ചെലുത്തി അവരുടെ നെല്ല് കൈക്കലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യമാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ ചെങ്ങന്നൂരിൽ റൈസ് പാർക്ക് അടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി, പക്ഷേ എങ്ങും എവിടെയും ഒന്നും എത്തിയില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് കർഷകർക്ക് ഈ നെല്ലൊന്ന് സംഭരിച്ചു വെക്കാൻ, അതായത് ഉണങ്ങിയ നെല്ല് കൊയ്തെടുക്കുന്നത് അവർക്കൊന്ന് സംഭരിച്ചു വെക്കാനുള്ള ഒരു ഇടമെങ്കിലും നൽകണമെന്നുള്ള വിനീതമായ അപേക്ഷയാണ് കർഷകർക്കുള്ളത്. മാത്രമല്ല ഇതൊരു പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു. കഴിഞ്ഞ ദിവസം അവർ കളക്ടറേറ്റ് മാർച്ച് നടത്തിയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പൂന്തുര പാടശേഖരത്തിലേക്ക് പോകുന്ന ആ റോഡ് എന്ന് പറയുന്നത് പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നെല്ല് ഉണക്കാൻ അവർക്ക് സൗകര്യമില്ല. പാടത്ത് വെള്ളമാണ്, റോഡരികിലാണ് ഉള്ളത്, ബാക്കിയുള്ളിടത്തൊക്കെ വീടുകളാണ്, ചിറകളാണ്. ഇവർക്ക് ആകെ ഉണക്കാനും സംഭരിക്കാനുമുള്ള ഇടം നടു റോഡിലാണ്, ഈ റോഡിന്റെ അരികിലാണെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനിയും ഞങ്ങളുടെ നെല്ലെടുത്തില്ലെങ്കിൽ അവർ റോഡിൽ തന്നെ നെല്ല് വിരിച്ച് അവർ പ്രതിഷേധിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. റോഡ് ഉപരോധം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അവർ കടക്കുമെന്നും പറയുന്നുണ്ട്. ശ്രീജ. ശരി ശരണ്യ.